പോവാണെന്നാണ്. അതായത് അത് നഷ്ടത്തിലാണ്, പൂട്ടാൻ പോവാണ്. അത് ഓൺലൈനാക്കാൻ പോവാണെന്നുള്ള എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ആണ്. അല്ലാതെ പൂട്ടിയിട്ടില്ല. അതെനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മളിത് എത്ര ഫൈറ്റ് ചെയ്തിട്ട് നിൽക്കണം മറ്റുള്ളവരോട്? നിങ്ങൾ അങ്ങനെ പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞോട്ടെ. ഇതിപ്പോ അതൊരു ഇതാകെ വന്നിട്ട് ഓരോരുത്തർ ഓരോന്ന് പറയും. എന്നോടിപ്പോ എന്താ പ്രശ്നം? അതായത് ഊട്ടി എന്നുള്ളത് പറഞ്ഞ എനിക്ക് ഇൻഫർമേഷൻ ആ ഗ്രൂപ്പ് കൂടെ നടക്കും. ഇന്ന് വരെ പത്രം വന്നിരുന്നാ പറഞ്ഞത്. പത്രം ഉണ്ട്. അല്ല ഉണ്ടാവാം, അതൊന്നും പ്രശ്നമില്ല. അപ്പൊ പിന്നെ അത് നിങ്ങൾ പറയുമ്പോ ശ്രദ്ധിക്കണ്ടേ? അതിലിപ്പോ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞാനായിട്ടുള്ള കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ നിങ്ങളത് ആലോചിച്ച് ഒരു പബ്ലിക്കിൽ പറയുമ്പോ നമ്മളത് ആലോചിക്കണത് പണ്ടത്തെ പോലെയല്ല. എന്തെങ്കിലും പറയുമ്പോ അത് ആകെ വിഷയമാവും. ആയിക്കോട്ടെ, അല്ല അതല്ലേ ഉള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മറ്റുള്ള ആളുകളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഓരോന്ന് പറഞ്ഞു. ഇത് പണ്ടത്തെ കാലല്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ എന്താ ചെയ്യാ, ഇതിങ്ങനെ എന്തെങ്കിലും പറയുമ്പോക്ക് നമ്മളോട് അതിങ്ങനെ മറുപടി പറഞ്ഞു കൊടുത്തിരിക്കണം. അത് നിങ്ങൾക്ക് വിഷയം ഉണ്ടാവില്ല, നേതാക്കന്മാരായ നിങ്ങൾക്ക് വിഷയം ഉണ്ടാവില്ല, ബാക്കിയുള്ളവർക്ക് വിഷയം. അപ്പൊ അത് അങ്ങ് ശ്രദ്ധിക്കണം. നല്ലതാക്ക പറയണേ. ഓക്കെ. ഇപ്പൊ എന്താ ഇതിന്റെ സ്ഥിതി? നിർത്തി വലിയ വർത്താനം പറഞ്ഞാൽ എവിടെ ദുബായിലുണ്ടോ? ഓൺലൈനിലേക്ക് മാറ്റി. അപ്പൊ ഇങ്ങനെ അസ്സലാമലൈക്കും. ഞാൻ നൗഫൽ എന്ന് പറഞ്ഞ ആളാണ്. മലപ്പുറം തിരൂര് സ്വദേശിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഒരു ആജി പറഞ്ഞിട്ട് എന്താ സുപ്രഭാതം നിർത്തലാക്കിയെന്ന് പറഞ്ഞിട്ട് ആകെ വൈറലായി വിഷയം ഉണ്ടാക്കിയാണ്. അത് വെറുതെ പറഞ്ഞുണ്ടാക്കിയാണ്. അതൊന്നും സത്യമല്ല. ഗൾഫിൽ എവിടെയും നിർത്തിയിട്ടില്ല. ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ്. നമ്മുടെ മണ്ഡലത്തിലെല്ലാം വർക്ക് ചെയ്തിട്ട് അതുപോലെ KMCC വർക്ക് ചെയ്തിരുന്ന ആളാണ്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇത് സുപ്രഭാതം അങ്ങനെ ഒരാൾക്കും അങ്ങനെ ഒരാജിക്കും ഒന്നിനും തകർക്കാൻ പറ്റുന്ന പത്രമല്ല സുപ്രഭാതം. വെറുതെ ഉണ്ടാക്കി പറയണേ. ഞാനൊരു ലീഗുകാരനുമാണ്, ഒരു സമസ്തക്കാരനുമാണ്. എനിക്കതുകൊണ്ട് ഒരു വിരോധമില്ല. ഇങ്ങനെ ഊഹാഭോഹങ്ങളൊന്നും ആരും പറഞ്ഞുണ്ടാക്കരുത്. ഓക്കെ, ഇത്ര എനിക്ക് പറയാനുള്ളത്. സുപ്രഭാതം ഇന്നത്തെ പത്രത ഇന്നത്തെ 24 ഡിസംബർ 24 ഇന്നത്തെ ഡേറ്റ് പത്രം ദുബായിൽ വന്ന പേപ്പറാണ് തോന്നി. ഒക്കെ കളവ് പ്രചരിപ്പിക്കുകയാണ്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. ജബ്ബാർ ഹാജിയുടെ ഒരു ഇന്റർവ്യൂവിൽ ജബ്ബാർ ഹാജി പറയുന്നുണ്ട് ഗൾഫ് സുപ്രഭാതം പൂട്ടിയെന്നാണ്. അപ്പം എൻ്റെ അറിവിൽ ഇതുവരെ ഗൾഫ് സുപ്രഭാതം പൂട്ടിയിട്ട് കാണുന്നില്ല. നമ്മളെ ഷോപ്പിലൊക്കെ സുപ്രഭാതം വരുന്നുണ്ട്. ഇത് ഇന്നത്തെ സുപ്രഭാതമാണ്. ഡേറ്റ് നോക്കിക്കോ, 24 ചൊവ്വാഴ്ച ഗൾഫ് സുപ്രഭാതം. ഇതുവരെ പൂട്ടിയിട്ടില്ല. ഇതിനെന്താണ് അവസ്ഥ എന്നറിയില്ല. ഇതുവരെ പൂട്ടിയില്ല. ജബ്ബാർ ഹാജി കാണുന്നുണ്ടെങ്കിൽ ജബ്ബാർ ഹാജിക്ക് കൊടുക്കുക ഈ വീഡിയോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.